നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? സംസ്കൃതത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. എല്ലാം മനസ്സിലായി നന്നായി പഠിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് ദിവസങ്ങളെക്കുറിച്ച് പഠിച്ചാലോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് അവയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ആഴ്ച എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ വാസരഹ. എന്താണ്? വാസരഹ. ഞായറാഴ്ച രവിവാസരഹ. ഞായറാഴ്ച രവിവാസരഹ. അപ്പോൾ തിങ്കളിന് എന്തു പറയും? സോമവാസരഹ. സോമവാസരഹ. ചൊവ്വാഴ്ച മംഗളവാസരഹ. എന്താണ്? മംഗളവാസരഹ. ബുധനാഴ്ചയ്ക്കോ? ബുധവാസരഹ. എന്താ? ബുധവാസരഹ. വ്യാഴാഴ്ച ഗുരുവാസരഹ. ഗുരുവാസരഹ. വെള്ളിയാഴ്ചയ്ക്ക് പറയും ശുക്രവാസരഹ. എന്താണ്? ശുക്രവാസരഹ. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചയ്ക്ക് എന്ത് പറയും? ശനിവാസരഹ. ശനിവാസരഹ. ഇനി നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ? രവിവാസരഹ, സോമവാസരഹ, മംഗളവാസരഹ, ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ, ശനിവാസരഹ. നിങ്ങൾ ഓർക്കും ഇതെന്തു വിഷമമാണ്. അന്ന് നമുക്കിതൊരു കൊച്ചു സൂത്രവാക്യത്തിലൂടെ വേഗം പഠിക്കാൻ നോക്കിയാലോ? ഒരു കഥയുടെ ആരംഭത്തിലൂടെ നമുക്ക് ഈ ദിവസങ്ങളുടെ പേര് പഠിച്ചാലോ? രവിയും സോമനും നല്ല കൂട്ടുകാരായിരുന്നു. അവര് മംഗള എക്സ്പ്രസിൽ ഒരു ദിവസം ബുധനൂരിലേക്ക് തന്റെ ഗുരുവായ ശുക്രനോടൊപ്പം ശനിയാഴ്ച ഒരു യാത്രയ്ക്ക് പോയി. എന്താണ്? രവിയും സോമനും മംഗള എക്സ്പ്രസിൽ ബുധനൂരിലേക്ക് ഗുരുവായ ശുക്രനോടൊപ്പം ശനിയാഴ്ച യാത്ര പോയി. ഈ വാചകം ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ പേരുകൾ ഭംഗിയായി ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു കൊച്ചു പാട്ടിലൂടെ നമുക്ക് ഈ ദിവസങ്ങളിലെ പേരുകൾ ഒന്നും കൂടെ പഠിച്ചാലോ? കേട്ടു നോക്ക്. മമ നാമ ദേവപ്രിയ ബിജേഷ്. ദിവസങ്ങളെ കുറിച്ചുള്ള സംസ്കൃതത്തിന്റെ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? സോമ മംഗള ബുധ ഗുരു ശുക്ര ശനി രവി വാസര നാമാനി. സോമ മംഗള ബുധ ഗുരു ശുക്ര ശനി രവി വാസര നാമാനി. നമുക്കൊന്ന് ഏറ്റുപാടിയാലോ? സോമ മംഗള ബുധ ഗുരു ശുക്ര ശനി രവി വാസര നാമാനി. സോമ മംഗള ബുധ ഗുരു ശുക്ര ശനി രവി വാസര നാമാനി. പ്രിയ കൂട്ടുകാരെ, കഥയുടെ രൂപത്തിലും പാട്ടിന്റെ രൂപത്തിലും ദിവസങ്ങളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു. ഇനി അത് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. സ്കൂൾ തുറക്കുമ്പോൾ അത് നിങ്ങളെ ടീച്ചേഴ്സിനെ കാണിക്കണം. ലളിതവും രസകരവുമായ രീതിയിൽ സംസ്കൃത പഠനം നമുക്ക് തുടരാം.